ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി. യെശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 23-ാം തിരുവചനം. ആകാശങ്ങളെ സ്തുതി പാടുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പു വിളിക്കുക, പർവ്വതങ്ങളെ വനമേ വനവൃക്ഷങ്ങളെ ആർത്തുപാടുക, കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. അതെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ ഈ സമയത്ത് കേൾക്കുവാനായി പോകുന്നത്. കർത്താവ് രക്ഷ നൽകിയ അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. അവൻ സർവശക്തിയുടെയും ഉറവിടമാണ്. അവൻ മഹോന്നതനാണ്, അത്യുന്നതനാണ്. ദൈവം സകലത്തിനും മതിയായവനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യത്തെ സാക്ഷ്യം ഡൽഹിയിൽ നിന്നുമാണ്. ആശയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പേര് ആശ. ഞങ്ങൾ ഡൽഹിയിൽ വന്നിട്ട് 7 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. 2012 ഡിസംബറിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ ജോലി നഷ്ടപ്പെട്ടു. ആകെയുള്ള വരുമാനം അങ്ങനെ നിലച്ചു. ഈ അവസരത്തിൽ ഞങ്ങൾ ശാലോം ടിവിയിലെ നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു. 9 മാസം ജോലിയില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഈ സമയത്തൊക്കെയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ സഹായിച്ചു. പട്ടിണി കൂടാതെ കഴിയാനായിട്ട് ഇടവന്നു. അങ്ങനെ ദീർഘകാലം പോകാൻ സാധിക്കുകയില്ല. 9 മാസം പിടിച്ചു നിന്നു. സെപ്റ്റംബർ മാസം 6-ാം തീയതി നൈറ്റ് വിജിലായിരുന്നു. അന്ന് ഇതിനൊരു അന്ത്യമുണ്ടാകണം, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വേണമെന്ന് അവർ തീരുമാനിക്കുകയും അവരുടെ വീട്ടിലെ ടിവിയുടെ മുകളിൽ ഇവരുടെ ആവശ്യം എഴുതി വെച്ചുകൊണ്ട് ഭർത്താവിന് ജോലി വേണമെന്നുള്ള ആവശ്യം എഴുതി വെച്ച് പേപ്പറിൽ എഴുതി വെച്ച് അവർ പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് ആ പേപ്പർ എടുത്ത് വിശ്വാസത്തോടു കൂടി തിരുവോസ്തിയുടെ രൂപം TV സ്ക്രീനിൽ തെളിഞ്ഞു വന്നപ്പോൾ അതിൽ മുട്ടിച്ചുകൊണ്ട് കർത്താവിനെ തൊട്ട് പ്രാർത്ഥിക്കുന്ന അനുഭവത്തോടു കൂടി ഈ മകൾ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ആ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് പള്ളിയിലിരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വികാരിയച്ഛൻ വന്ന് വിളിക്കുകയാ, നിങ്ങൾ പുറത്തേക്ക് വരികയെന്ന്. ആ സമയത്ത് ഒരു മനുഷ്യനോട് വെയിറ്റ് ചെയ്യുന്നു. ഭർത്താവും ഈ മകനുമായി സംസാരിക്കുന്നു. അവിടെയുള്ള ലോ കോളേജിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നാളെ കോളേജിലേക്ക് വരണം, ഒരു ഫോം പൂരിപ്പിച്ച് തരണം, ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആ മകന് ആ കോളേജിൽ ജോലി ലഭിച്ചു. പ്രിയമുള്ളവരെ, നിന്റെ ആവശ്യങ്ങളുടെ മുൻപിൽ കർത്താവ് കണ്ണു തുറക്കണമെങ്കിൽ അവനെ വിശ്വാസത്തോടുകൂടി നീ സ്പർശിക്കണം. ഇതാ ഡൽഹിയിൽ നിന്നും ഈ മകള് അങ്ങനെ അറിയിക്കുന്നു. അവർ വിശ്വാസത്തോടുകൂടി കർത്താവിനെ സ്പർശിച്ച നിമിഷത്തിൽ, അതേ നിമിഷത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഇവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി, ജോലിയായി കർത്താവ് കടന്നു വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനെ പാട്ടുപാടി സ്തുതിക്കാം. യേശുവിന്റെ നാമത്തിന് ഹല്ലേലൂയ പാടിക്കൊണ്ട് അവനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക് യേശുവിൻ നാമത്തിന്. ഹല്ലേലൂയ പാടി വാഴ്ത്തിടാമേ രക്ഷകനാമത്തിന്. സങ്കീർത്തനങ്ങൾ 30:2. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കൂത്താട്ടുകുളം മണ്ണത്തൂരിൽ നിന്നും ഡിനൂസ് കറിയയുടെ സാക്ഷ്യം കേൾക്കാം. എൻ്റെ പേര് ഡിനൂസ് കറിയ, 38 വയസ്സ്. മൂത്ത മകൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ 6-ാം ക്ലാസ്സിലും. ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹം നൈറ്റ് വിജിലൂടെ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സെപ്റ്റംബർ ആദ്യ ആഴ്ച എനിക്കൊരു പനി ഉണ്ടായി. കൂത്താട്ടുകുളത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോൾ പനി വളരെയധികം കൂടിപ്പോയതുകൊണ്ട് ഡോക്ടർ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്തു. പനിക്ക് ചെറിയൊരു ശമനം വന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഹീമോഗ്ലോബിൻ വളരെ കുറവാണ് എന്ന് കണ്ടു. 12 വേണ്ട സ്ഥാനത്ത് 6 മാത്രമായിരുന്നു HB കൗണ്ട്. അപ്പോൾ തന്നെ അവർ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിൽ വലിയൊരു മുഴ ഉള്ളതായിട്ട് കണ്ടുപിടിച്ചു, ട്യൂമർ.
ആ സമയത്ത് ഡോക്ടർ ഹസ്ബൻഡിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് സർജറി നടത്തണം, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, HP വളരെ കുറവാണല്ലോ, അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ പ്രശ്നമാകും, ജീവിതം തന്നെ അവസാനിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തുകയും വേണം, അതുകൊണ്ട് HP കൂടാനായിട്ടുള്ള മരുന്ന് തരികയാണ്, ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരികെ വരിക. അങ്ങനെ ഇവർ വീട്ടിൽ പോയി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എറണാകുളത്തുള്ള വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു. അവിടെയും ട്യൂമർ സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ ഇന്ന് തന്നെ നടത്തിയാൽ അതാണ് സേഫ്, ഒരു ദിവസം കഴിഞ്ഞാൽ അത് അത്രയും റിസ്കിയാണ് എന്ന് അവർ പറഞ്ഞതനുസരിച്ച് എത്രയും പെട്ടെന്ന് ഓപ്പറേഷന് വേണ്ടി ഇവർ ശ്രമിച്ചു. അങ്ങനെ HB10 ആയ സമയത്ത് അത് മതി എന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് അവർ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. സെപ്റ്റംബർ മാസം 25-ാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. ഈ സമയത്ത് ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു. ആ സമയത്ത് അടുത്ത ശാലോം നൈറ്റ് വിജിലിലേക്കുള്ള കത്തുകൾ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് 24-ാം തീയതി ഈ മകള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ഈ സമയത്താണ് ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിലൊക്കെയും ഇവിടെ പ്രെയർ ഡിപ്പാർട്ട്മെന്റിലെ അനേകം മക്കൾ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഫോൺ കോളുകൾ വരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിച്ച ഒരു സഹോദരൻ ഇപ്രകാരം മകളെ ഉപദേശിച്ചു, ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, എന്നിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അവൾ വിശ്വാസത്തോടു കൂടി ഉപദേശം സ്വീകരിച്ചു. അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. 25-ാം തീയതി ഓപ്പറേഷൻ. 24 ആയപ്പോൾ ഇവൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു, ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ HP കൗണ്ട് കുറയും, ഇവൾക്ക് ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കുകയില്ല, ഏതായാലും മരുന്ന് കഴിച്ചുകൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞു. വിശ്വാസത്തോടു കൂടി ഇവൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തളർന്ന് കിടന്നുറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്ന് വിളിച്ചുണർത്തുമ്പോഴാണ് മകൾ എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് ബ്ലീഡിംഗ് ഇല്ല. ഡോക്ടർ അത്ഭുതപ്പെട്ടു, ഇതൊരു മിറക്കിളാണല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? അന്ന് തന്നെ ഓപ്പറേഷൻ നടത്തിയ ട്യൂമർ ടെസ്റ്റിന് അയച്ചു. യാതൊരു ക്യാൻസറസ് സിംറ്റവും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നു. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തിയാൽ ഏത് മാരകമായ അവസ്ഥയും തൊട്ട് സൗഖ്യപ്പെടുത്തുന്ന കർത്താവാണ് നിന്നെ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് ആരാധിച്ച് സ്തുതി വീണ്ടും പാട്ടുപാടാം. ആമേൻ. സന്തോഷത്തോടെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സങ്കീർത്തനം 78, 15, 16 തിരുവചനങ്ങൾ. അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്ന് അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകി. പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാലൊഴുക്കി, ജലം നദി പോലെ ഒഴുകി. പ്രിയമുള്ളവരെ, തോട്ടുമുക്കത്തു നിന്നും ഒരു സാക്ഷ്യമാണ്. മിനി സുനിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവരുടെ പറമ്പിൽ കിണർ കുത്താനായിട്ട് അവർ ആഗ്രഹിച്ചു. ആദ്യം ഒരു കിണർ കുത്തി, വെള്ളം കിട്ടിയില്ല. രണ്ടാമത് വീണ്ടും ഒരു കിണർ കുത്തി, അതിൽ വെള്ളം കണ്ടുവെങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത് വറ്റിപ്പോയി. 2013 മൂന്നാമത്തെ കിണർ കുത്തിയ സമയത്ത് കുഴിച്ചു ചെന്നപ്പോൾ കല്ലായി. അതുകൊണ്ട് വീണ്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ സമയത്ത് ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. പ്രാർത്ഥിക്കാം എന്ന് ഇവിടെ നിന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇവര് അനേകം ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഏതാണ്ട് 6ഓളം പേരെ കൊണ്ടുവന്ന് കിണർ കുഴിക്കാനായിട്ടുള്ള സ്ഥാനം കാണാനായിട്ട് ശ്രമിച്ചു. ആ പറമ്പിലെങ്കിലും കിണർ കുഴിക്കാൻ പറ്റുകയില്ല, വെള്ളം കിട്ടുകയില്ല, കുഴൽ കിണറിന് പോലും സാധ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുകയേ വേണ്ട എന്ന് എല്ലാവരും ഒരേപോലെ തന്നെ പറഞ്ഞു. എങ്കിലും ദൈവത്തിലുള്ളൊരു വിശ്വാസം നിമിത്തം അവർക്ക് കിട്ടിയൊരു പ്രത്യാശ കൊണ്ട് അവർ തീരുമാനിച്ചു, വെറുതെ ഒരു കുഴൽ കിണർ കുഴിച്ചു നോക്കാം, 100-300 അടി നമുക്കൊന്ന് താഴ്ത്തി നോക്കാം എന്നവർ തീരുമാനിച്ചുകൊണ്ട് കുഴൽ കിണർ കിഴിക്കുവാനായിട്ട് തുടങ്ങി.
70 അടിയോളം താഴ്ത്തി കഴിഞ്ഞപ്പോൾ വെള്ളത്തിന്റെ അംശം കാണാനായിട്ട് തുടങ്ങി. അവർ വീണ്ടും വിശ്വാസത്തോടു കൂടി കിണറിന്റെ കുഴി താഴ്ത്തിക്കൊണ്ടേയിരുന്നു. 120 അടിയായപ്പോൾ അവർ പറഞ്ഞു ഇനിയും കുഴിക്കാൻ പറ്റുകയില്ല, കാരണം അതുപോലെ ശക്തമായിട്ടാണ് വെള്ളം വരുന്നത്. സങ്കീർത്തന വചനങ്ങൾ നമ്മൾ വായിച്ചില്ലേ, ജലം നദി പോലെ ഒഴുകി, പാറയിൽ നിന്ന് അവിടുന്ന് നീർച്ചാലൊഴുകി. വചനം നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ പ്രാവർത്തികമാകുന്നത് നമുക്ക് വീണ്ടും വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ അനേകം നീരുറവകൾ തുറക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമൊന്ന് ഉയർത്തിയടിച്ച് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം തിരുവചനം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. എലിസബത്ത് പറയുന്നതാണ്. യോഹന്നാനെ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു. ഇതാ തൃശ്ശൂരിൽ നിന്നും ലില്ലി ജോസ് ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. വീട്ടമ്മയായ എനിക്ക് 5 മക്കളാണ്. എൻ്റെ മകന് ഒരു കുഞ്ഞുണ്ടാകുന്നതിനായി 14 വർഷമായി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ശാലോം ടെലിവിഷനിലെ നൈറ്റ് വിജിലിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. 2011 മാർച്ച് മാസത്തിൽ നൈറ്റ് വിജിലിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥന്റെ ആരാധനാ സമയത്ത് ടെലിവിഷനിൽ കൈകൾ വെച്ച് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലിരിക്കുന്ന ടെലിവിഷൻ സ്ക്രീന് അതൊരു ഇലക്ട്രോണിക് ഉപകരണമാണ്. അതിലൂടെ കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്ന ഒരു രാത്രിയാണ് നൈറ്റ് വിജിൽ രാത്രി എന്ന് പറയുന്നത്. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ലാസറിന്റെ കബറിടത്തിൽ നിന്നപ്പോൾ യേശു അവന്റെ സഹോദരിയോട് പറഞ്ഞു. അതെ, വിശ്വസിക്കുക. ഇതാ ഈ മകൾ വിശ്വസിച്ചു. 14 വർഷമായി അവൾ പ്രാർത്ഥിച്ചിരുന്നു. ഈ രാത്രിയിൽ നൈറ്റ് വിജിലിന്റെ അന്ന് അവൾ പ്രാർത്ഥിച്ചു. 2011 മാർച്ച് മാസത്തില് 2012 മാർച്ച് 19 മകനൊരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച് മാത്രം പാടാം. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ജീവൻ നൽകുന്നത് പിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകവൻ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. 30-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവേ, ഞാനങ്ങേ പാടിപ്പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല. ജോസ്ലിൻ ഓസ്ട്രേലിയയിൽ നിന്നും ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ജോസ്ലിൻ, BSc നേഴ്സാണ്. ഓസ്ട്രേലിയയിൽ അഡോപ്ഷൻ കിട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ രജിസ്ട്രേഷനും ലഭിച്ചു. മെൽബണിലാണ് താമസം. ഞാൻ ഓഗസ്റ്റ് 2012 ഇവിടെ എത്തിയത്. ഡിസംബർ മുതൽ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാർച്ചിൽ ഇന്റർവ്യൂവിന് വിളിച്ച് സെലക്ഷനും കിട്ടി. ഓഫർ ലെറ്റർ ഹോസ്പിറ്റലുകാർ തന്നു. ജൂലൈ അവസാനം എന്നെ വിളിച്ചിട്ട് അവർ പറഞ്ഞു നോമിനേഷനുള്ള പേപ്പർ അപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കേട്ടപ്പോൾ ആകെ തളർന്നുപോയി. 18 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇവിടെ വന്നതും പഠിച്ചതും. സമനില നെറ്റുന്നത് പോലെ ഒരു അവസ്ഥ.
എന്ത് ചെയ്യാൻ സാധിക്കും? നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല, കടബാധ്യതയെല്ലാം വീട്ടണം, ആകെപ്പാടെ പ്രശ്നമാണ്, തകർന്നുപോയി. ആ സമയത്ത് ശാലോമിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ച് വിളിക്കുകയും ആ മാസത്തെ ഓഗസ്റ്റ് മാസത്തെ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കണ്ണുനീരോടുകൂടി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 8-ാം തീയതി നോമിനേഷൻ അപ്രൂവ് ചെയ്തു എന്ന് ഹോസ്പിറ്റലിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അങ്ങനെ ജോലിക്ക് ചേരുവാനായിട്ട് ദൈവം കൃപ നൽകി. ഇപ്പോൾ ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തിന്റെ ശക്തികൾ നിന്നെ തകർക്കുവാൻ നോക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, അവൻ നിന്നെ ഉയർത്തും, താങ്ങും, പരിപാലിക്കും. ലോകത്തിന്റെ ശക്തിയെ ഭയപ്പെടേണ്ട. വീണ്ടും പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ലോകത്തിൻ ശക്തിയെ ഭയം വേണ്ട, ലോകത്തെ ജയിച്ചവൻ കൂടെയില്ലേ. നേരുമ്പോൾ പതറേണ്ട, ക്രൂശിതനായവൻ കൂടെയില്ലേ. ലോകത്തിൻ ശക്തിയെ ഭയം വേണ്ട, ലോകത്തെ ജയിച്ചവൻ കൂടെയില്ലേ. ക്രൂശിതനായവൻ പതറേണ്ട, ക്രൂശിതനായവൻ കൂടെയില്ലേ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. ചെങ്കടൽ കണ്ടു ഭയം വേണ്ട, മരുവിൽ ദൈവം കൂട്ടിനില്ലേ. തളരാതെ താങ്ങി നടത്തുമവൻ, സകലം കാക്കും ദൈവമവൻ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, അങ്ങ് ചെയ്ത അത്ഭുത കൃത്യങ്ങൾ ഞങ്ങൾ ഈ രാത്രിയിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശ്വനാഥ, ഞങ്ങൾ അനേകം ആവശ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്, ടി വിയുടെ മുൻപിൽ ആയിരിക്കുന്നത്. ഇപ്പോൾ ഉറക്കളച്ച് പ്രാർത്ഥിക്കുന്നത് അനേകം പ്രശ്നങ്ങളുടെ നീരാക്കയത്തിൽ കിടന്നുകൊണ്ടാണ്. നീറുന്ന ദുഃഖങ്ങളുമായി ഞങ്ങളായിരിക്കുന്നു, കടഭാരങ്ങളാൽ വലഞ്ഞുകൊണ്ടായിരിക്കുന്നു. ജീവിതത്തിന്റെ ഒരു തീരുമാനം എടുക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ കത്തുകൾ അയച്ചു ശാലോമിലേക്ക്, ഫോൺ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. പലപ്പോഴും ഫോൺ കോളുകൾ കിട്ടുന്നില്ല, നിരന്തരമായ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇമെയിലിലൂടെ കത്തുകൾ അയച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ ഈ സമയത്ത് അവിടുന്ന് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ നമുക്ക് ദിവസങ്ങളിലേക്ക് ഉയർത്താം. ഏത് നിയോഗത്തിനാലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്? കർത്താവ് ഈ സമയത്ത് ഏറ്റെടുക്കും. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. അതെ, അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. പ്രാർത്ഥിച്ചു തീർന്നു ഉത്തരവരുന്നതാണ് അവര്. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നമുക്ക് ഫലം തരും. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ ദിവസങ്ങളിലേക്ക് ഉയർത്തി വിശ്വാസത്തോടുകൂടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വരേണമേ, വിടുതൽ നൽകണമേ. നാഥാ വരേണമേ, വിടുതൽ നൽകണമേ. ഞങ്ങളുടെ ഭാരങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ. വരേണമേ, വിടുതൽ നൽകണമേ. ആകുലതകളിൽ നിന്ന്, ഉത്കണ്ഠകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കടഭാരങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, വിടുതൽ നൽകണമേ. ശാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കി അവിടുന്ന് വിടുതൽ യേശുവേ. വരേണമേ, വിടുതൽ നൽകണമേ. വിടുതൽ അയക്കണമേ. വരേണമേ, വിടുതൽ നൽകണമേ. വരേണമേ, വിടുതൽ നൽകണമേ. വരേണമേ, വിടുതൽ നൽകണമേ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ശാലോം ശുശ്രൂഷകൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലി തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു.
ഞാനങ്ങേ ഏറ്റുപറയുന്നു. എന്റെ നാഥനും എന്റെ രക്ഷകനും എന്റെ കർത്താവുമായി ഞാനങ്ങേ ഏറ്റുപറയുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തില് ലോകത്തിന് അനുഗ്രഹമായി അനേകം കുടുംബങ്ങൾക്ക് അനേകം ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി ശാലോം ശുശ്രൂഷകളെ ഉയർത്തിയ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോം ടിവിയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ശാലോമിന്റെ പ്രസിദ്ധീകരണങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോക ജനതയ്ക്ക് അനുഗ്രഹമാകുവാനായി 2014 ആരംഭിക്കുന്ന ശാലോം വേൾഡ് ചാനലിനെ അനുഗ്രഹമാക്കി മാറ്റണമേ, അനുഗ്രഹമാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സോഫിയ ബുക്സിനെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. പുതിയ ദർശനങ്ങൾ നൽകണമേ, പുതിയ വഴികളിലൂടെ ശാലോം ശുശ്രൂഷകളെ അവിടുന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉയർത്തി നിർത്തണമേ, അഭിഷേകത്താൽ നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ എല്ലാ ഏജന്റുമാർക്ക് വേണ്ടിയോ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ ശക്തിപ്പെടുത്തണമേ, എല്ലാ SPF അംഗങ്ങളെയോ അനുഗ്രഹിക്കണമേ, എല്ലാ വായനക്കാരെയും അനുഗ്രഹിക്കണമേ, എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാലോമിന്റെ നേതൃത്വത്തിനെ അനുഗ്രഹിക്കണമേ, ശാലോമിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം കർത്താവിനെ. ഹല്ലേലൂയ. ശാലോം ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ, അങ്ങയുടെ വഴികളിലൂടെ മുന്നോട്ട് നടക്കട്ടെ കർത്താവേ, ജനത്തിന് അനുഗ്രഹമായി മാറട്ടെ. കണ്ണീരൊപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥാവേ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ യേശുവേ. കണ്ണീരൊപ്പും ദൈവവേലകൾ നൽകിയിടണമേ നാഥാ, വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ യേശു. ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ. കണ്ണീരൊപ്പും ജനത്തിനെ ആശ്വസിപ്പിക്കണമേ, ലോകത്തിന് അനുഗ്രഹമായ ശുശ്രൂഷകൾ കടന്നു വരട്ടെ. ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. ഒരു നിമിഷം തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഈ കാലഘട്ടത്തിൽ ജനഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന ഒരു നല്ല ഇടയനെ ദൈവം ലോകത്തിന് അനുഗ്രഹമായി നൽകിയിരിക്കുന്നു. കർത്താവേ, ആ മകനെ കൂടുതൽ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ഒത്തിരി ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ട്, അനേകരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മാനസാന്തരത്തിന്റെ വഴിയിലേക്ക് നയിക്കുവാനായിട്ട് കർത്താവേ, ആ മകനെ കൂടുതൽ അഭിഷേകത്താൽ നിറയ്ക്കണമേ. എല്ലാ കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട്, എല്ലാ ഭക്തസംഘടനകളെ സമർപ്പിച്ചുകൊണ്ട്, സഭയുടെ മുഴുവൻ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട്, ലോക സുവിശേഷവൽക്കരണം നമുക്ക് കണ്ണിൽ കാണുവാൻ തക്കത്തിൽ വേഗത്തിൽ നടപ്പിലാകുവാനായിട്ട് തിരുസഭയെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ നിറയണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ,
പ്രാർത്ഥിക്കുന്നു. ഒഴുകണമേ ഓ ലോകജനതയ്ക്ക് അനുഗ്രഹമായി സഭ മാറട്ടെ. പരിശുദ്ധാത്മാവേ കുറവുകളെല്ലാം നികത്തപ്പെടട്ടെ. സഭയിൽ നിറയണമേ എല്ലാ സമർപ്പണ അഭിഷേകത്താൽ നിറയട്ടെ. നിറഞ്ഞു കവിയണമേ ഒഴുകണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ തിരുസഭയിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ കവിഞ്ഞൊഴുകണമേ. Praise the Lord. Praise the Lord. ശാന്തമായിരിക്കും.